വണ്ടിക്ക് ഞാൻ ലോഡൊക്കെ തരാം, ആ സ്ഥിരമായിട്ട് തരികയും ചെയ്യും. ഒരു 3 മാസത്തേക്ക് തുടർച്ചയായിട്ട് പണി കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയി ഒരു കൊച്ചു വീട് വാടകയ്ക്ക് എടുത്തേച്ചും ആ സ്ഥലവും ഒഴിഞ്ഞു തന്നേക്കാം. ഓ, വാടകയ്ക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് കാശ് അങ്ങോട്ട് തരാം, നിങ്ങൾ ഇത്തിരി സ്ഥലം മേടിക്കും. ഉവ്വ, ഒരു കൂരകെട്ടം കാശായി കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് മാറിയേക്കാം. ആ, നിങ്ങളെയാലും പൊയ്ക്കോ. ഓ, നീ വൈകിട്ട് വണ്ടിയായിട്ട് ഗോഡൌണിലേക്ക് വാ. എടാ തോമസ് കുട്ടി, ആ കൊച്ചുപദേശി പുറത്തു നിൽപ്പുണ്ട്, അവനെ ഇങ്ങോട്ട് വിളി. അപ്പാ, നമ്മുടെ കച്ചവടം നേരാമണ്ണമുള്ളതല്ലോ. നിന്ന നിലയിൽ ഇവനെ വിശ്വസിച്ച് കൊച്ചിയിലേക്ക് ചരക്കും കൂടെ തയ്ക്കാന്നൊക്കെ പറഞ്ഞാ നമുക്കൊന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? എടാ ഉപദേശിയുടെ മോനെന്നൊക്കെ പറയുമ്പോ അവൻ സത്യവാനായിരിക്കും. എന്റെ അപ്പ സത്യവാനെന്ന് പറയുമ്പോ ചെക്ക് പോസ്റ്റ് കിടന്ന് മാട്ടും. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്നേ. നീ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താ മതി. അവനെ വിളിക്കേ. എന്തോ മുതലാളി, അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ഒവ്വ. എന്ത് മനസ്സിലായി? ഇവിടെ നേലക്കായം കയറ്റി കൊച്ചി മട്ടാഞ്ചേരിയിലുള്ള സേട്ടുവിന്റെ കടയിലെത്തിക്കണം. ഇവിടുന്ന് ചരക്കും കയറ്റി വണ്ടി ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് മാത്രം ഇത് കൊച്ചിയിൽ സേട്ടിന്റെ കടയിൽ എത്തത്തില്ല. ബാക്കി കാര്യങ്ങളൊക്കെ തോമസ് കുട്ടി പറഞ്ഞു തരും. എടാ പത്രോസേ, എന്തോ? നമ്മൾ ഈ കടത്തുന്നത് സർക്കാരിന് ടാക്സ് കൊടുക്കാത്ത ഇനമാണ്. കിലോയ്ക്ക് 21 രൂപ ടാക്സ്. ആ ടാക്സ് വെട്ടിച്ച് ഇത് അവിടെ ചെല്ലുന്നതാണ് എന്റെ ലാഭം. അപ്പൊ പോലീസുകാരും ചെക്ക് പോസ്റ്റുകാരും ഒക്കെ പിടിക്കത്തില്ലയോ? പിടിക്കും, ചിലപ്പോ പിടിച്ചെന്നിരിക്കും. അപ്പൊ ഞാനും എന്റെ വണ്ടി അകത്താകത്തില്ലയോ? ഇല്ല. അതിനാണോ ഇതും കൃത്യമായിട്ടുള്ള ശമ്പളം ഞാൻ ചെക്ക് പോസ്റ്റിൽ എത്തിച്ചിട്ടുണ്ട്. നിന്റെ പേരും വണ്ടിയുടെ നമ്പരും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നീ അവിടെ ചെന്ന് വരലായിരുന്നാ മതി. പിന്നെ ഉണ്ട് ഫ്ലൈയിങ് സ്ക്വാഡ്. അതാണ് പ്രശ്നം. അവന്മാര് വന്ന വണ്ടി നിർത്തരുത്. നിവൃത്തിയില്ലേ, വണ്ടി ഉപയോഗിച്ച് രക്ഷപ്പെട്ടോണം. പേടിയുണ്ടോ? അയാൾ ആദ്യം ചോദിച്ചപ്പോ എനിക്കൊരു പേടിയൊക്കെ തോന്നി. പിന്നെ ആലോചിച്ചപ്പോ എന്നാ പേടിക്കാനാ? സ്വർഗത്തിലേക്കുള്ള പാത കല്ലുമുള്ളും നിറഞ്ഞതാണെന്ന് അപ്പൻ എപ്പോഴും പറയാറുള്ളതാ. ഈ ഫ്ലൈയിങ് സ്ക്വാഡ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ല, ആശാൻ ഫുൾ ടൈം അങ്ങോട്ട് ഡ്രൈവറായ പിന്നെ നമ്മുടെ കലാപ്രവർത്തനം. ആ ഒരൊറ്റ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് വിഷമമുള്ളൂ. കല അന്യം നിന്ന് പോകുമല്ലോ എന്റെ കർത്താവേ. കലയെ ഉദ്ധരിക്കാൻ ഇനി ആരുണ്ട്? ആശാൻ പോലും ഞങ്ങളൊക്കെ ഇല്ലേ? അതെ അതെ, അതോർക്കുമ്പോഴാ എനിക്ക് കൂടുതൽ വിഷമം. ചെക്ക് പോസ്റ്റ്. അതിന് നമ്മളെന്തിനാടാ പേടിക്കുന്നേ? നമ്മുടെ കടലാസില്ലേ? കയ്യിൽ കടലാസം വെച്ച് പേടിച്ചു വരച്ചിരിക്കണ കാര്യം ഓർക്കുമ്പോഴാണ് ആകെ ഒരു... അതല്ല, എന്നാൽ ഈ പോലീസുമായിട്ടൊക്കെ ഇടപാടില്ലേ, അതാ കുഴപ്പം. ഓ, ചാണ്ടി കുഞ്ഞു പറഞ്ഞ വണ്ടി ഇതാണല്ലേ? ആ, പത്രോസ് ഇല്ലേടോ? അതെ. ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടോ എനിക്ക്. ആ ലക്ഷണം ഞാൻ ജനിച്ചപ്പോഴേ ഉള്ളതാ സർ. ഇവന്മാരാരാ? എന്റെ ഇവിടെ കൊച്ചി കാണാൻ വേണ്ടിട്ട്. ആ, എന്താ അവന്മാരുടെ പേരൊക്കെ? എന്റെ പേര് മത്തായി. അല്ല, മുഹമ്മദ്. ഞാൻ മത്തായി സാർ. ശരിക്കും രണ്ട് ടണ്ണെന്നാ കടലാസില്. കൂടുതലുണ്ടോ? മുതലാളി പറഞ്ഞത് 2 ടണ്ണെന്നാ. മുതലാളി പറഞ്ഞതല്ല, താൻ വഴിക്കുന്ന പോലെ കേട്ടിട്ടുണ്ടെന്നാ ചോദിച്ചേ. അയ്യോ, ഇല്ല. ഇടിച്ച് പതപ്പിയാൻ കലക്കും പോക്കത്തരം കാണിച്ചാ. ആ വയ്ക്കോ. ആ പിന്നെ താൻ കൊച്ചിന്ന് വരുമ്പോ ഒരു 5 കിലോ പച്ചമീൻ കൂടെ വാങ്ങിച്ചോ. വീട്ടിൽ കൊണ്ട് തരണം. ഐസൊക്കെ ഇട്ട് നന്നായിട്ട് പൊതിഞ്ഞോണ്ട് പോരെ. അല്ല, ഏതായാലും 5 കിലോ മേടിക്കുമ്പോ ഒരു 2-3 കിലോ കൂടി മേടിച്ചാ ഞങ്ങൾക്ക് കൂടി. ആ അതെ അതെ അതെ, അതുകൂടെ മേടിച്ചോ. ആ മൊത്തത്തില് ഒരു 10 കിലോ മേടിച്ചോ. ആ, അല്ല, അപ്പൊ ഇതിന്റെ പൈസ? അതെ, പൈസ അങ്ങനെ അടി വാങ്ങിക്കാതെ വണ്ടി എടുത്തോണ്ട് പോടാ. പൈസ വണ്ടി എടുക്കടാ. അതിപ്പോ മുതലാളി സമ്മതിച്ചു തരുമോ? പിന്നെ 10 കിലോ മീനെന്നൊക്കെ പറയുമ്പോ 10 കിലോ മീനെന്ന് പറയുമ്പോ 5 കിലോന്റെ ഇരട്ടി. അല്ല ആശാനെ, അതിപ്പോ നമ്മുടെ അക്കൗണ്ടിൽ കൊടുക്കണോ അല്ല മുതലാളി? എനിക്കറിയാം മേലേ, എന്തൊക്കെ പുലിവാലാണോ എന്റെ കർത്താവ്.
കപ്പല് കപ്പല് കപ്പല്. ആഹാ. അത് ചെറുത്. തുക മുഴുവനും ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഞാനങ്ങോട്ട്. ഇനി എന്താ ആശാന പരിപാടി? അല്ല, നമുക്ക് ആ മീൻ ചന്തയിൽ പോണ്ടേ? ആ മാത്യു സാറ് പറഞ്ഞ മീൻ നമുക്ക് ഇച്ചിരി വാങ്ങിക്കാം. അല്ലാ, കടലിലുള്ള നല്ല പച്ചമീൻ കണ്ട നാള് പറഞ്ഞു. അങ്ങനെ മറക്കാൻ നീ ഇതിനു മുമ്പ് നല്ല മീൻ കണ്ടിട്ടുണ്ടെങ്കിൽ നീ ഉണക്കമീനിലെ ഇവിടെ കഴിച്ചിട്ടുണ്ടോ? പച്ചമീൻ തന്നെയുടെ ഉണക്കമീനാണത്. അല്ലാണ്ട് ഉണക്കമീൻ കയറി പച്ചമീനാവൂ? ആ വാ. ഉണക്കമീൻ പച്ചയാവോ അതോ? അത് തന്നെയുടെ ഇങ്ങോട്ട് വന്നേ. ഉണക്കമീനും പച്ചമീനും. അല്ല ഈ മീൻ കൊച്ചി കടാപ്പുറത്തുനിന്ന് പിടിച്ച നല്ല ഒന്നാന്തര മീനാണ് കേട്ടാ. റാത്തൽ എന്നാ വിലയാ? റാത്തല താനെവിടുന്ന് വരുന്ന മലമൂടാ. കിലോ 18 രൂപ. നല്ല പച്ച മീനാ. അല്ലേ ചീഞ്ഞൊന്നും അല്ലല്ലോ. ചീഞ്ഞതാ. തനിക്കെന്താണോ കണ്ണുണ്ടൂടെ? ചുണ്ടലി ഒരു കോളത്ത് വരണുണ്ട് കേട്ടാ. ചതിയാണ്. അയ്യോ രണ്ട് പാവത്തങ്ങളെ പറ്റിക്കണ ചേട്ടാ. കിഴക്കമ്പലേന്ന് പറഞ്ഞതാണോ കിഴക്കൻ ചേട്ടാ? ഈ മീൻ മേടിക്കണ്ട കേട്ടാ. ഇത് കടലിൽ നിന്ന് വിരിഞ്ഞിട്ട് ആഴ്ച 2 ആയി. ചാളമേരി നിന്റെ തള്ളപ്പടാ. ചേട്ടാ ഇത് പുഴുവരിക്കണ മീനാണ് കേട്ടാ. എടുക്കല്ലേ, സ്നേഹം കൊണ്ട് പറയണതാണ്. എടി എന്തിയാനച്ചി, ചാളമേരി പുഴുവരിക്കുന്ന എന്റെ മീനാത്തല്ല നിന്റെ. എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത്. എന്നാ നീ അങ്ങോട്ട് പറയടി. നിർത്തണ്ടേ കേക്കട്ടെ. ചേട്ടാ നല്ല ഒന്നാന്തരം മീനാണ് കേട്ടാ. അവളുമാര് പറയണ കേക്കണ്ട. ഇത് കണ്ടാ? എന്ത് കണ്ടാന്ന്? എടോ ഇത് കറപ്പാ ചോപ്പാ? ഇത് ചോപ്പ്. ആ ചോപ്പാണെങ്കി ചീഞ്ഞിട്ടല്ല. മണത്ത് നോക്ക്. അവളുമാര് പറഞ്ഞക്കാട്ടി 2 രൂപ കുറച്ചു തരാൻ പറഞ്ഞ. വാ ചേട്ടാ. ചേട്ടന്മാര് വാന്ന്. ആ ചേട്ടാ വാന്ന്. ചാള ഇല്ലാതെ വാള കിട്ടൂലേ? എന്റെ വക 2 മീൻ സ്പെഷ്യലാണ് കേട്ടാ. സ്നേഹം വേണം. എടാ ചുണ്ടലി 10 രൂപ തൂക്കി കൊടുക്കും ചേട്ടന്മാർക്ക്. കൊടുക്കാല. ചേട്ടന്മാരുടെ പേരെന്താണ്? ഞാൻ പത്രോസ്. മത്തായി. പെങ്ങളുടെ പേരെന്താ? അതല്ലേ നേരത്തെ പറഞ്ഞത്, ചാളമേരിന്ന്. ചാളമേരി നിന്റെ അമ്മ. എന്റെ പേര് ചാളമേരിന്നല്ല, ബീവാത്തൊന്നാണ്. നിങ്ങൾ എന്തിനു വന്നാണ് ഇവിടെ? ഞങ്ങളെ ഏലക്കായ കയറ്റി വന്നതാ. അപ്പൊ ഈ കൊച്ചിയൊക്കെ ഒന്ന് കണ്ടേച്ച് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇനിയും വരുവാ? പിന്നെ ആഴ്ച 3 ലോഡല്ലേ? ഞാനിവിടെ തന്നെ ഉണ്ട്. ഇനിയും വരുമ്പോ എന്റെ എന്നെ മേടിക്കാവുള്ളൂ. അല്ല, അപ്പൊ പെങ്ങടെ കച്ചവടം ഒന്നും ഇവിടെ തന്നെയാണോ? ഇല്ല, അന്വേഷിച്ചാ മതി ചേട്ടാ. അന്വേഷിക്കുമ്പോ ചാളമേരിന്ന് തന്നെ അന്വേഷിച്ചാ മതി. ഇവിടെ വേറെ കുറെ അലവലാതി മേരികളും ഉണ്ട്. ചാളമേരി അല്ലേ? അല്ല മുഹമ്മദേ, വണ്ടി ഏതായാലും കാലിക്ക് പോവല്ലേ? നമ്മുടെ കാശുരുപ്പ്. ഈ 10 കിലോ അല്ലാതെ ഒരു 100 കിലോ മീൻ മേടിച്ച് വണ്ടിയിലോട്ട് കയറ്റിയാലോ? എന്നിട്ട് ആയിരിക്കും ഒഴിഞ്ഞ് തിന്നാനാണ്. നാട്ടുകാര് ആശാനാര് തുക്കടി സാഹിബിന്റെ മോനോ? മീൻ കൊണ്ടുപോയി നാട്ടുകാരെ മുഴുവൻ തെറ്റിക്കാൻ? അതല്ലടാ, നമുക്ക് വിൽക്കാനാ. നല്ല ഒന്നാന്തരം പടപടാന്ന് പടക്കുന്ന മീൻ കണ്ട നാട്ടുകാർ ചാടി വീഴൂലേ? ആ ചാളമേരിയോട് പറഞ്ഞു കുറച്ച് മീനും കൂടെ ഏർപ്പാടാക്കിയാലോ? അത് കൊള്ളാല്ലേ? വേഗം 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 കൊണ്ടുവാ. എന്തിനാ അപ്പൊ നടക്കുന്നു വന്നേ? ചാലക്കുടിക്ക് പോലുള്ള ലോഡ് കയറ്റിയാടാ മാധവ? കേറ്റി. തരമുലാളി എന്താടാ മാക്രി? ദാണ്ടെ അവിടെ ഒരു കിഴക്കൻ മലമുടൻ ചാളലോടിന്ന് കിഴക്കോട്ട്. കിഴക്കൻ മലമൂട കച്ചവടം കലക്കിയാല് ഒരു വീതം എനിക്കും തരണോട്ടാ. അയ്യോ, ഇപ്പൊ തന്നെ വലിയ കമ്മീഷൻ അടിച്ചില്ലേ? ഓ എവിടെന്ന്? ചേട്ടന്മാരെ കണ്ടപ്പോഴേ എനിക്കൊരു സ്നേഹം തോന്നി കേട്ടാ. ഇത് മുതല് വിലക്കല്ലേ തരണത്? എടാ മകാനെ, പത്രോസാണല്ലേ? അതെ. എന്നെ അറിയോ? നിന്റെ അപ്പനെ അറിയും. അല്ല, അപ്പൻ ഇവിടെയും ഫേമസ് ആണ്. തന്തക്ക് വിളിച്ചതാണ്. ആണോ? തന്തയ്ക്ക് വിളിച്ചാണോ? ആണേല. എടാ, അപ്പൻ തരാത്തൊരു ഉപദേശം ഞാൻ അങ്ങാട് തരാം. ഈ ചന്തയില് മീൻ കയറ്റാനുള്ള ലൈസൻസ് എനിക്കാണ്. മീൻതരകൻ എന്ന് പറയും, മനസ്സിലായാ? മകാനെ, ചാളമേരി പോയി. ഇവിടുന്ന് 15 കിലോ കൂടുതൽ ലോഡ് കയറ്റാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാ, എന്റെ കമ്പനി വഴിയേ പറ്റുള്ളൂ. തലയിലട്ട് കാരണണ്ട. നീ ആദ്യമായി ചെയ്ത തെറ്റായനെ കൊണ്ട് ഞാൻ അത് അങ്ങാടങ്ങ് ക്ഷമിച്ചു.
എടാ മാധവ ഇതെടുത്ത് നമ്മുടെ വണ്ടിയിലാട്ട് കയറ്റടാ. അല്ല തരകൻ മുതലാളി എന്റെ മീൻ ആടിച്ച് നിന്റെ ഗൾത്താ ഞാൻ ഇളക്കും. പോടാ ഉപ്പേ. എടാ വേഗം കയറ്റടാ. കുത്തിമലത്തി ഞാൻ കടലാട്ടറിയും. എന്റെ ഏരിയ വന്ന് കളിക്കണടാ മൊരങ്ങ. എടാ അങ്ങാടി കയറ്റടാ. അല്ല അപ്പൊ നമ്മുടെ കാശ് എവിടെയാ? ആ കാശ് നിന്റെ മിണ്ടരുത്. കാശിന്റെ കാര്യമെല്ലാം പറഞ്ഞു വന്നെന്നാലുണ്ടല്ല മകനെ നിന്റെ വണ്ടി ഞാൻ കത്തിക്ക് എടുത്തോണ്ട് പോടാ. എടാ കയറ്റടാ വണ്ടിയിലോട്ട്. നിന്റെ ഒന്നും ചെയ്യണ്ടല്ലേ. വേണ്ട, വെറുതെ ഇടികൊള്ളാൻ എന്തിനാണ്? എന്നോട് ചോദിച്ചാല് നീ ചെയ്ത് തെറ്റാ. ആരാന്റെയും കാശെടുത്ത് മറിച്ചല്ലോ നീ മീൻ വാങ്ങിച്ചത്. അതൊന്നാമത്തെ തെറ്റ്. 2, നിയമപ്രകാരം വേറൊരുത്തന് മീൻ വാങ്ങിക്കാൻ അവകാശമുള്ളിടത്ത് നീ ചെന്ന് മീൻ വാങ്ങിച്ചു. ഇത് രണ്ടുമാ ദൈവം തമ്പുരാന് തീരെ പിടിക്കാതെ പോയത്. തുടങ്ങി. ഇവിടെ ഇപ്പൊ ഇതിയാനോട് ആരും ഒന്നും ചോദിച്ചില്ലല്ലോ. അവിടെ ഇരുന്ന് സന്ധ്യാനാമം എത്തിക്കേണ്ട മനുഷ്യ. നീ ഇങ്ങ് വന്നേ മോനെ. എന്റെ മോൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഒരു മേൽഗതിക്ക് വേണ്ടിയല്ലേ നീ അത് ചെയ്തത്. അതിലൊരു തെറ്റുമില്ലെന്നേ. പിന്നെ കച്ചവടം നടന്നാലല്ലേ മേൽഗതി ഉണ്ടാവൂ. അതിന് അവന്മാര് സമ്മതിക്കണ്ടേ അമ്മച്ചി? അത് തന്നെയാടാ അമ്മച്ചി പറയുന്നത്. എലിക്കുളത്ത് മൂപ്പിന്നിന്റെ കൊച്ചുമോനാണെന്ന് തെളിയിച്ചു കൊടുക്കണം. ദേ തെറിക്കുത്തരം മുറിപ്പത്തല്. അല്ലാതെ അപ്പം പറയുന്നത് പോലെ ഒരു കരണത്തടിച്ചാ മറു കരണവും കൂടെ കാണിച്ചു കൊടുത്താലേ എന്റെ പൊന്നുമോനെ ഇക്കാലത്ത് ജീവിക്കാൻ ഒക്കുകയല്ല. നമ്മുടെ കരണത്തടിക്കാൻ വരുന്നവന്റെ കീഴ്നാവിക്കിട്ട് തൊഴിക്കണം. അതാ കാലം. നേരെ ഒരുപാടായി. അല്ല, കാശ് പോയതല്ലേ. നാളെ മുതലാളിക്ക് കണക്ക് തീർത്തു കൊടുക്കേണ്ടതല്ലേ. അയ്യോ, ഇതിപ്പോ നിന്റെ അപ്പനും അമ്മയൊക്കെ അറിഞ്ഞ? ഓ, അവരൊന്നും അറിയാൻ പോകുന്നില്ലെന്നേ. അല്ലെങ്കിൽ തന്നെ ഇതിപ്പോ നമ്മുടെ അല്ലേ. എന്റെ കൈ വളയും കഴുത്തി മാലയും കിടന്ന അച്ഛന്റെ ബുദ്ധിമുട്ടും വിഷമവും തീരൂ. അച്ഛന്റെ ദുഃഖം എന്റെയും കൂടല്ലേ. പണയം വെച്ച തികയത്തില്ലെങ്കിൽ വിറ്റേരെ. ഞാനല്ലേ പറയുന്നത്. വാങ്ങിക്കച്ചായ. ഇല്ല, 45 രൂപയാണ്. 15 രൂപയ്ക്ക് വരൂ. 15 രൂപയ്ക്ക് ഇന്നൂരില്ല. നാളെ തരാം. ചേട്ടൻ പോ. എന്നാ വേണ്ട. വേണ്ടേ വേണ്ടേ. സാറേ, കിഴക്കമലയിലോട്ട് എത്ര മീനാണ് ലോഡ് കയറ്റി അയക്കണമെന്നറിയാമോ? ആ, അവിടുത്തെ കിഴക്കൻ പത്രോസ് നമ്മുടെ കസ്റ്റമറാണ്. നമ്മുടെ കിഴക്കൻ പത്രോസേ. കർത്താവേ വന്ന. അവന്റെ ചുണ്ടില് നീ നമ്മളെ മാറിക്ക പെണ്ണുങ്ങ. ഇതാണ് കയറൂടെ കൊണ്ടുവന്ന് വെച്ചത് പണ്ടാറടക്കാൻ. നീ ഒരു കാര്യം ചെയ്യ്. നീ ഇതിലേ പോ. അത് വേണ്ട, ഞാനിതിലേ പോ. നീ അതിലേ പോ. അത് വേണ്ട, ഞാൻ ഇതിലേ പോ. അത് വേണ്ട, ഞാനിതിലേ തന്നെ പോവും. ഹെവൻ ഇതെവിടെ പോയി കിടക്കുന്നു? ചേട്ടാ, ഇതെവിടുന്ന്? ചേട്ടാ, ഞാൻ ചുണ്ടലി ഇതൊന്നും ഊരി തരാ. ഊരി തരാടാ. നിന്റെ എല്ലാം ഊരി തരാടാ. മനുഷ്യനെ പറ്റിക്കുന്നതിന് മുഴുവൻ ഞാൻ ഊരി തരാടാ. അയ്യോ, അവിടെ ഇതെന്താണോ സൈക്കിൾ ചവിട്ടിക്കൊണ്ടുവരണത്? താഴത്തു കൂടെ ഉരുട്ടിക്കൊണ്ട് വന്നാ പോരാ. എനിക്ക് ഒന്നും പറ്റിയില്ലല്ല. വീഴാഞ്ഞത് ഭാഗ്യം. വീഴാത്ത ഭാഗ്യം എന്റെ നടുവടിഞ്ഞ്. അല്ല, ഞാൻ വീഴാഞ്ഞത് ഭാഗ്യം. ഒന്ന് താനെന്നെ ബ്ലോക്ക് ചെയ്യലോ. എനിക്ക് അത്യാവശ്യം വഴി വന്നേക്കണോ. ആ വാളിനടച്ചടോ. വാതില് നടക്കടോ. ഓഹോ, നീ പിന്നെ വന്നാ? ഞാൻ വന്നതല്ല, ഞാൻ പോവേണ്.